ഇന്ന് വീട്ടിലെങ്ങനെ അടിപൊളിയായിട്ടൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് കപ്പയെല്ലാം ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കപ്പ അത്രയും വേകണ്ടെന്നുള്ളവർക്ക് അത്രയും വേവിക്കണമെന്നില്ല. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, കുറച്ച് സവാളയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ചിക്കനൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം അടച്ചു വയ്ക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം കൂടെ ഒരു കുക്കറിലേക്കിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ ചിക്കൻ്റെ വേവ് അനുസരിച്ച് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുമ്പോഴേ ഇതുപോലെ ആയിരിക്കാം, വെള്ളം കാണും, അത് കുഴപ്പമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയുടെ കൂടെ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പിന്നെയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരര തക്കാളിയും കൂടി ഇട്ട് വേവിച്ചെടുക്കുക. അതുകൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചൊന്ന് കുറുകി വരുന്ന പോലെ ആക്കുക. ഇനി വേണം നമ്മൾ ഇതിലേക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാൻ. കപ്പ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പരിപാടി മിക്സിംഗ് ആണ്. കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ അരപ്പൊക്കെ എത്തി നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഇളക്കണം. ഇനി അവസാനം ഇതിലേക്ക് ഫ്ലേവറിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ കുറച്ച് പീസായിട്ട് കഴിക്കാൻ കിട്ടണമെന്നുള്ളവർ ഇത്രയും ഇങ്ങനെ ഉടയ്ക്കണ്ട കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് മേളിൽ കുറച്ച് സവാളയും കൂടി ഇട്ടാൽ കപ്പ ബിരിയാണി റെഡിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.